Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ, ഈ സൗമാരംഭ കാലത്ത്, വലിയ നോമ്പിന്റെ കാലത്ത്, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലെ ഈശോയുടെ ഒന്നാമത്തെ പീഡാനുഭവ പ്രവചനവുമായി ബന്ധപ്പെട്ട പ്രബോധനമാണ്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിലാണല്ലോ ആദ്യത്തെ പീഡാനുഭവ പ്രവചനം കാണുന്നത്. പക്ഷേ ഈ പീഡാനുഭവ പ്രവചനത്തെ അതിന് തൊട്ടു മുൻപുള്ള പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധിപ്പിച്ച് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് വചനവും അതിന്റെ സന്ദർഭത്തിൽ മാത്രമാണല്ലോ പൂർണ്ണമായ അർത്ഥം വ്യക്തമാകുന്നത്. 8-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ അതുവരെ വിവരിച്ച ആ ഗലീലിയിലെ പ്രവർത്തനങ്ങളുടെ അവസാനത്തില്, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെയും പ്രബോധനത്തിന്റെയും പശ്ചാത്തലത്തില് തന്നെക്കുറിച്ച്, തന്റെ ഐഡന്റിറ്റിയെക്കുറിച്ച്, സ്വത്വത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് എന്ത് മനസ്സിലായി എന്നറിയുവാൻ വേണ്ടി അവിടുന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത് എന്ന്, മറ്റുള്ളവർ പറയുന്നത് എന്ന്. മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ച് അവർക്ക് പലതും പറയാനുണ്ടായിരുന്നെങ്കിലും ഈശോയ്ക്ക് അതുകൊണ്ടൊന്നും തൃപ്തി വന്നില്ല. അവിടുന്ന് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവരുടെ വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ചായിരുന്നു ഈശോയുടെ ചോദ്യം. പത്രോസ് ലീഹായാണ് അതിന് മറുപടി നൽകിയത്, നീ മിശിഹായാണ് എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായം 29-ാം വാക്യത്തില് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കാണുന്നത്. വളരെ ഹ്രസ്വമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് മർക്കോസിന്റേത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന് വിപുലമായിട്ട് പത്രോസ് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനം പത്രോസ് ലീഹ നടത്തുമ്പോൾ തൊട്ടടുത്തുള്ള വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, നീ ഇതാരോടും പറയരുത്. കർശനമായി വിലക്ക് ഏർപ്പെടുത്തുകയാണ്. കാരണം പത്രോസ് ഈശോ മിശിഹായാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത്, മിശിഹായെക്കുറിച്ച് പഴയ നിയമത്തിൽ നൽകപ്പെട്ടിരുന്ന വാഗ്ദാനം ശക്തനായ ദാവീദിന്റെ പുത്രനായ മിശിഹായെക്കുറിച്ചുള്ളതാണ്. സാമുവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങളിൽ അതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ പത്രോസിന്റെ മനസ്സിൽ മാത്രമല്ല, ശിഷ്യന്മാരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നത് ദാവീദിനെ പോലെയും സോളമനെ പോലെയും ശക്തനായ ഒരു രാജാവ് വിജാതീയ ആധിപത്യത്തിൽ നിന്ന്, റോമൻ നുഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്ന വിമോചകൻ എന്നുള്ള ചിന്തയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ ഇതിപ്പോൾ ആരോടും പറയരുത്. ഈ പറഞ്ഞ പത്രോസ് നടത്തിയ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ മറുവശം എന്താണ് എന്നാണ് 31-ാമത്തെ വാക്യത്തിലെ പീഡാനുഭവ പ്രവചനത്തിലൂടെ ഈശോ വ്യക്തമാക്കുന്നത്. അതേ, പത്രോസ് പറഞ്ഞത് ശരിയാണ്. ഈശോ മിശിഹായാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ വിമോചകനായ മിശിഹായാണ്. പക്ഷേ അവൻ ഈ രക്ഷകനാകുന്നത്, മിശിഹായാകുന്നത്, വിമോചകനും സാധിക്കുന്നത് തന്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. അപ്പോൾ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ പൂരകമായിട്ടാണ് തന്റെ സഹനമരണോത്ഥാനങ്ങളെക്കുറിച്ചുള്ള ആ പീഡാനുഭവ പ്രവചനം ഈശോ നൽകുന്നത്. ഈശോയുടെ വഴി ഏതാണ് എന്ന് അവിടുന്ന് ഡിഫൈൻ ചെയ്യുകയായിരുന്നു, നിർവചിക്കുകയായിരുന്നു പീഡാനുഭവ പ്രവചനത്തിലൂടെ. അവിടുന്ന് പ്രധാന പുരോഹിതന്മാരാൽ നിയമജനാലും തിരസ്കരിക്കപ്പെടും, മരണത്തിന് വിധിക്കപ്പെടും, കുരിശിൽ മരിക്കും, ഏറെ സഹിച്ചതിന് ശേഷം എന്നാലും അവിടുത്തെ പിതാവായ ദൈവം അവിടുത്തെ ഉയിർപ്പിക്കും, 3-ാം ദിവസം അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യും. അപ്പോൾ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റേതുമാണ് തന്റെ വഴി. സഹന മരണോത്ഥാനങ്ങളിലൂടെ നിത്യജീവനിലേക്ക് താൻ പ്രവേശിക്കുന്നു, അതാണ് തന്റെ വഴി എന്ന് ഈശോ വ്യക്തമാക്കി. ഇനി ശിഷ്യൻ ആരാണ് എന്നുള്ളത് സുവിശേഷത്തിന്റെ ആരംഭം മുതൽ വ്യക്തമാക്കിയിരുന്നതാണ് ഈശോ. ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത്, എന്നെ അനുഗമിക്കുക എന്നാണ്. ക്രിസ്തു ശിഷ്യത്വം ഈശോയെ അനുഗമിക്കലാണ്. ഈശോയെ അനുഗമിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് എന്താണ് എന്നാണ് 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ഈശോ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ച് ഇപ്രകാരം, ആരെങ്കിലും എന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിക്കട്ടെ, കുരിശെടുക്കട്ടെ, എന്റെ പിന്നാലെ വരട്ടെന്ന് പറയുന്നത്? കാരണം ശിഷ്യൻ ഈശോയെ അനുഗമിക്കുന്നവനാണ്, അനുഗമിക്കുന്നവളാണ്. ഈശോയുടെ വഴി സഹനത്തിൻ്റെതാണ്, മരണത്തിൻ്റെതാണ്, ജീവനിലേക്ക് നയിക്കുന്നതാണ്. ഈശോയെ അനുഗമിക്കുന്നവരുടെ വഴിയും മറ്റൊന്നുമാകാൻ സാധ്യതയില്ല.
മറ്റൊരു വഴിയിലൂടെയും അവിടുത്തെ അനുഗമിക്കാൻ സാധിക്കുകയില്ല. അവിടുന്ന് പോയ വഴിയെ തന്നെ വേണം അവിടുത്തെ അനുഗമിക്കുവാൻ. അവിടുന്ന് പോയ വഴി സഹനത്തിൻ്റെതാണ്, മരണത്തിൻ്റെതാണ്. പക്ഷെ ഭയപ്പെടേണ്ട, അത് ജീവനിലെത്തിക്കും. ഈ സഹനമരണോത്ഥാനത്തിൻ്റെ ശിഷ്യരുടെ ജീവിതത്തിലുള്ള പ്രായോഗികമായ മാനങ്ങളാണ് 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ കാണുന്നത്. സ്വയം നിഗ്രഹിക്കണം, കുരിശെടുക്കണം, ഈശോയെ അനുഗമിക്കണം, പിന്നാലെ ചെല്ലണം. സ്വയം നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം നിഗ്രഹത്തെക്കുറിച്ച് സഭാപിതാവായ തെർത്തുല്യൻ പറയും, ആദി മാതാപിതാക്കന്മാര് സ്വന്തം സ്വാർത്ഥ സ്നേഹത്തിന്റെ ഫലമായിട്ട് ദൈവത്തെ തള്ളി പറഞ്ഞു. സ്വയം സ്നേഹിച്ചതുകൊണ്ടാണ്, സ്വന്തം ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെയാകാമെന്ന് കരുതിയത് കൊണ്ടാണ് ദൈവകൽപ്പന നിരസിക്കുന്നതിനും അനുസരണക്കേട് കാണിക്കുന്നതിനും അവർ മുതിർന്നത്. പക്ഷെ അതിനുള്ള പരിഹാരം എന്നോണം മനുഷ്യൻ എവിടെ സ്വയം വിനീതനാകുവാനും സ്വന്തം ഇഷ്ടത്തോട് നോ പറയുവാനും തയ്യാറാകുന്നുവോ അവിടെയാണ് ശിഷ്യത്വത്തിന്റെ ആരംഭമെന്നാണ് തെർത്തുല്യൻ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ സ്വയം നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തോട് ഞാൻ നോ പറയുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യേസ് പറയുവാൻ വേണ്ടി, ദൈവഹിതം പാലിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ വേണ്ടി. അതേക്കുറിച്ചാണല്ലോ 1-ാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നിത്യം ജീവിക്കുവാൻ വേണ്ടി ദൈവം നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുക. ഇസ്രായേൽ ജനതയെ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നുവെന്നും അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്, വായിച്ചു കേൾക്കുന്നുണ്ട്. എളിമപ്പെടുത്തുവാനും അനുസരിക്കുമോ എന്നറിയുവാനും വേണ്ടിയായിരുന്നു. അപ്പോൾ കർത്താവിന് മാർഗത്തിലൂടെ ചരിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്, അവിടെയാണ് നമ്മൾ ദൈവത്തോട് യേസ് പറയുന്നത്. അവിടെ ചിലപ്പോഴെല്ലാം നമ്മുടെ ഇഷ്ടത്തോട് നമ്മൾ നോ പറയേണ്ടി വരും. അതാണ് സ്വയം നിഗ്രഹം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം കുരിശെടുക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെത് കുരിശിന്റെ വഴിയായിരുന്നു, അവിടുന്ന് പോയത് കുരിശിന്റെ വഴിയാണ്. അവിടുത്തെ അനുഗമിക്കുന്നവർക്കും കുരിശിന്റെ വഴിയെ മാത്രമേ അവിടുത്തെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കുരിശ്? ഈ കുരിശിനെ കുറിച്ച് സഭാപിതാക്കന്മാരെല്ലാവരും പറയുന്നത്, ആഗസ്തീനോസും തെർത്തുല്യനും ഒക്കെ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളാണ്. നമ്മുടെ ജീവിത കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകളും സഹനങ്ങളുമാണ്. നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ലാത്ത, ക്ഷണിച്ചു വരുത്തുന്നതല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും സഹനങ്ങളുമാണ്. രോഗങ്ങളുണ്ട്, വേദനയുണ്ട്, മരണവുമുണ്ട്. ഇതെല്ലാം നമ്മുടെ കുരിശാണ്. തെർത്തുല്യൻ, സഭാപിതാവായ തെർത്തുല്യൻ പറയും, നമ്മുടെ ശരീരം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കുരിശിന്റെ ആകൃതിയിലാണ്. അപ്പോൾ മനുഷ്യ അസ്തിത്വം തന്നെ ഈ ഒരു കുരിശിന്റെ ആകൃതിയിലായിരിക്കുന്നത് നമ്മുടെ ആ സഹനത്തിന്റെ രക്ഷാകരമായ മൂല്യം ഓർമ്മിപ്പിക്കുവാനാണ് എന്നാണ് സഭാപിതാവായ തെർത്തുല്യന്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ അനുദിന ജീവിത കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന വേദനകളും സഹനങ്ങളും, നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന രോഗങ്ങളും സഹനങ്ങളും വേദനകളുമെല്ലാം അവസാനം മരണവും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അത് ശിഷ്യത്വത്തിന്റെ അടുത്ത പടിയാണ്. മൂന്നാമത്തെ വ്യവസ്ഥയായി അവിടുന്ന് പറയുന്നത് ഈശോയെ അനുഗമിക്കണം. ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈപ്പിൾഷിപ്പ് ഇല്ല. അങ്ങനെ ശിഷ്യനായി തീർന്നു. ആ ശിഷ്യനായി തീരുന്നത് അവസാന ശ്വാസത്തോടുകൂടി മാത്രമാണ്. അവസാനം വരെ നമ്മൾ അവിടുത്തെ പിന്നാലെ ചെല്ലേണ്ടതുണ്ട്, പിഞ്ചെല്ലേണ്ടതുണ്ട്. അവിടുത്തെ കാലടികൾ നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ശിഷ്യനായി പൂർണ്ണനായി എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. ജീവിതത്തിൽ അവസാന ശ്വാസം വരെ നമ്മൾ അവിടുത്തെ പിന്നാലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും രോഗങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ കണ്ണിലൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഇതിനെതിരായിട്ടുള്ള പ്രലോഭനങ്ങൾ പലപ്പോഴും ഉണ്ടാകാം. അതിനെക്കുറിച്ചാണല്ലോ പഴയ നിയമത്തിലെ 2-ാമത്തെ വായനയിൽ മക്കബാരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഏലയാസറിനുണ്ടായ പരീക്ഷണങ്ങൾ. യവനവൽക്കരണത്തിന്റെ കാലത്ത് ഗ്രീക്കുകാര് പല ആചാരങ്ങളും യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ആഗ്രഹിച്ചു. യഹൂദ മതാചാരങ്ങളിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് നിഷിദ്ധമായിരുന്ന പലതും ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിക്കാനും വിഗ്രഹങ്ങളെ ധൂപിക്കാനും ഒക്കെ നിർബന്ധിച്ചപ്പോൾ ഉന്നത സ്ഥാനീയനും നിയമജ്ഞനുമായിരുന്ന കുലീനഭാവം ഉണ്ടായിരുന്ന ഏലിയാസർ എന്താ പറയുന്നത്? വാർദ്ധക്യത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല, എൻ്റെ നരച്ച മുടിക്ക് അതിന്റെ മഹത്വത്തിനും ചേർന്നതല്ല ഈ പറയുന്ന കാര്യങ്ങൾ. ബാല്യം മുതലേ ഞാൻ നയിച്ച ആ ഉത്തമ ജീവിതവും വിശുദ്ധവും ദൈവത്വവുമായ നിയമത്തിന് വിരുദ്ധമാണ് നീ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രായത്തിന് ചേരാത്ത നീ നിർബന്ധിക്കുന്ന ഈ കാര്യത്തിന് ഞാൻ വഴങ്ങുകയില്ല. വിശ്വാസത്തെ പ്രതി ഒരു മാതൃക നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനോടുള്ള ഭക്തിയിൽ ഇവ സഹിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സഹനത്തിന്, പീഡനത്തിന് വിധേയനാകുന്ന ഏലയാസറിനെയാണ് മക്കബായരുടെ 2-ാം പുസ്തകം
6-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്താണ് ഈ എലയാസറിനെ കുറിച്ച് പറയുന്നത്? ശ്രേഷ്ഠമായ മാതൃകയും ധീരതയുടെ സ്മാരകവുമാണ് എലയാസർ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രേഷ്ഠമായ മാതൃക, എല്ലാ കാലങ്ങളിലും വിശ്വാസികൾക്കുള്ളൊരു മാതൃകയായിട്ട് എലയാസർ മാറി. തൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനുള്ള പ്രലോഭനം ഉണ്ടായപ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്നു, കർത്താവിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ധീരതയുടെ സ്മാരകമായി അദ്ദേഹം മാറി. പത്രോസ് ശ്ലീഹ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മോട് പറയുന്നുണ്ടല്ലോ, അപ്രതീക്ഷിതമായ ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല. അങ്ങനെ എന്തെങ്കിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം മിശിഹായുടെ പീഡകളിൽ പങ്കുചേരുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന്. അപ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയുമാണ് ചെയ്യേണ്ടത്. കാരണം അവിടുന്ന് മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടും. സുവിശേഷത്തിലും അത് പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തിൽ ആരെങ്കിലും എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ, മനുഷ്യരുടെ മുൻപിൽ എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ, മനുഷ്യപുത്രന്റെ 2-ാമത്തെ ആഗമനത്തിൽ പിതാവിന്റെ സന്നിധിയിൽ മനുഷ്യപുത്രൻ ലജ്ജിക്കുമെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും മിശിഹായെ ഏറ്റുപറയാൻ തയ്യാറായാൽ, മിശിഹായാണ് രക്ഷകൻ, അവിടുന്നാണ് വിമോചകൻ, യഥാർത്ഥ വിമോചകൻ എന്നുള്ള സത്യം പ്രഘോഷിക്കുവാൻ തയ്യാറായാൽ അവരെ ദൈവത്തിന് മുൻപിൽ മിശിഹായും ഏറ്റുപറയുമെന്നാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് മഹത്വപൂർണ്ണമായി വരുമ്പോൾ നിത്യജീവനിൽ നമുക്ക് പങ്ക് ലഭിക്കുവാൻ, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നമ്മൾ സ്വീകരിക്കപ്പെടുവാൻ ആവശ്യമായിട്ടുള്ളത് മിശിഹായെ ഏറ്റുപറയുക, അതിൽ നമ്മൾ ലജ്ജിക്കാതിരിക്കുക, അഭിമാനിക്കുക എന്നുള്ളതാണ്. ആ അഭിമാനത്തെക്കുറിച്ചാണ് എലയാസർ നമുക്ക് മാതൃക നൽകുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് പത്രോസ് ശ്ലീഹായി നമ്മോട് പറയുന്നത്. മിശിഹായുടെ നാമനിമിത്തം നിന്ദിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് പത്രോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും അനുദിന ജീവിത കടമകൾ നിർവഹിക്കുന്നതിനുണ്ടാകുന്ന കഷ്ടപ്പാടുകളും നമ്മുടെ മരണവുമെല്ലാം അത് കർത്താവ് നമുക്ക് നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കി, കർത്താവിൻ്റെ രക്ഷാകരമായ ആ സഹനത്തിൽ പങ്കുചേരുവാനുള്ള ഭാഗ്യമാണ് എനിക്ക് ലഭിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കി സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വേദനകളും സഹനങ്ങളും എല്ലാം രക്ഷാകരമായി തീരും. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയെ നടക്കാം. ആ കുരിശിൻ്റെ വഴി നാശത്തിലേക്കല്ല, നഷ്ടത്തിലേക്കല്ല ചെല്ലുന്നത്, ജീവനിലേക്കാണ്, ഉത്ഥാനത്തിൻ്റെ ഉയർപ്പിൻ്റെ ജീവനിലേക്കാണ്. ആ ജീവൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതാനുഭവങ്ങളെ, വേദനകളെ, സഹനങ്ങളെ, രോഗങ്ങളെ, മരണത്തെ സ്വീകരിക്കുവാൻ കൊണ്ട് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ നിത്യജീവനിൽ കണ്ണു നട്ട് നമുക്ക് ജീവിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.